ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് വിചാരിക്കണം. ഇന്നിപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ബീട്രൂട്ട് തോരനാണ് വെക്കാൻ പോകണം. അപ്പോൾ ഒരു പാനിൽ ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് സവോള കേട്ടോ അതൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഒന്ന് ഇത്തിരി വാടിയ ശേഷം നമ്മൾ കറിവേപ്പില ഇടണം. പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ. നമ്മൾ തേങ്ങ ഇടുന്നതോറും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് വേവിച്ച് വെച്ച ബീട്രൂട്ട് ഇട്ടോ. ഞാൻ കുക്കറിൽ വേഗം സമയമില്ലാത്ത കാരണം വേഗം ഒറ്റയടിക്ക് വിസിലടിച്ച് വേവിക്കുകയാണ് ചെയ്തത്. അപ്പം വെന്ത് കഴിഞ്ഞു അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ അധികം വെള്ളമൊന്നും വേണ്ടല്ലോ. അല്ലാതെ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് വെള്ളവും വേണം, വേവാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് തേങ്ങയിൽ കൂടെ മിക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വന്ന് സൂപ്പർ. മുളകൊക്കെ ഞാൻ ഇതിൽ കൂടെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചത്. മുളകും ഉപ്പും ഇട്ടിട്ട് ബീട്രൂട്ടിൻ്റെ ഒപ്പം വേവിച്ചു. പിന്നെ അക്കടെ ഒന്ന് ചോറ് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ചീനച്ചട്ടി അഴിച്ച് അതിൽ കുറച്ച് ചോറ് അവൾക്ക് ആവശ്യമുള്ളിട്ട് ആ ബീട്രൂട്ട് വേവിച്ച് വെച്ച് ആ വെള്ളം കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി വിട്ടു കേട്ടോ. ഇളക്കുമ്പോൾ ആ ബീട്രൂട്ടിൻ്റെ സത്ത് എന്താ പറയുക ഒരു റെഡിഷൊക്കെ നന്നായിട്ട് നമുക്ക് ഇതിലോട്ട് വരും ചോറിലോട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്കിത് മതി, എനിക്കിഷ്ടമായി പറഞ്ഞു. തക്കാളി ചോറും ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു കളറാവുമല്ലോ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പപ്പടം നമ്മൾ ഇന്നാളങ്ങനെ വറുത്തിച്ചില്ല, അതുകൊണ്ട് ഒരു മുളക് വറുത്താക്കിയിട്ടുണ്ട്. പിന്നെ അന്ന് ലവലോലിക്ക് ഉപ്പിലിട്ടില്ലേ, അതുകൊണ്ട് അവൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ലവലോലിക്ക് അത് എരിവും ഉപ്പും പറഞ്ഞ പോലെ എല്ലാം നല്ലൊരു ചൊടിയായിട്ടുള്ള ഉണ്ടല്ലോ. അപ്പോൾ അത് മതി. അപ്പോൾ അതാണ് ഇന്നത്തെ അവൾക്ക് ലഞ്ച് ബോക്സ്. പിന്നെ ബീട്രൂട്ട് തോരനോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവളിനെ സ്കൂളിലേക്ക് ഇവിടെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവൾ വണ്ടി വരാൻ കുറച്ച് സമയം ഇത്തിരി നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇത്തിരി ഒരു 10 മിനിറ്റ് മുന്നേ ഇറങ്ങും. കുറച്ച് ഇങ്ങോട്ട് നടന്നെത്താനും ഉണ്ട്. അവളിനെയൊക്കെ വിട്ടിട്ട് വന്നിട്ട് ഇത് കണ്ട, ഇതാണ് ചാമ്പങ്ങ. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് കേട്ടോ. മുഖ്യം എൻ്റെ വീട്ടിലുണ്ടാവും കേട്ടോ. പാലക്കാട്ടൊന്നും ഞാൻ അങ്ങനെ അധികം ആരുടെയും വീട്ടിലങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇവിടെ നിലത്ത് നിറയെ വീണ് കിടക്കുക. അപ്പോൾ ഞാനത് കുറച്ച് വലിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഇത് ഉപ്പിലിടാം, അച്ചാറിടാം, വൈനിട്ട് വയ്ക്കാം. ഞാൻ ഒത്തിരി ചിലവ്. ഞാനപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 10-15 എണ്ണം എടുത്തിട്ട് ഇതുപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചു കേട്ടോ നന്നായിട്ട്. അതിൻ്റെ ഉള്ളിലെ കുരുവും ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവില്ല. എന്നിട്ട് വെള്ളം ഇത്തിരി കൂട്ടിയിട്ട് അതിൽ കൂടെ അരിച്ചെടുത്തിട്ടോ. ഇത്തിരി ഉപ്പും കുറച്ച് തന്നെ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. അടിക്കുമ്പോൾ എന്താ പറയുക, ചാമ്പങ്ങ അടിക്കുമ്പോൾ പക്ഷെ ഉപ്പും കൂടി ഇട്ട് അടിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാട്ടോ. ഒരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കണ. അക്കടൂനൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഏട്ടയ്ക്ക് അത് ഭയങ്കര കാര്യമായി. ചാമ്പങ്ങ വെറുതെ നമ്മൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കാം. അല്ലാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും നന്നായി ഇഷ്ടമായി. പക്ഷേ കളറൊക്കെ ചാമ്പങ്ങൻ്റെ കളറ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, നാച്ചുറൽ എന്താ പറയുക കളറും ടേസ്റ്റ് അപാര ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അതിൽ കൂടെ ഐസ് ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് നോക്കിയാൽ എന്താ പറയുക, ആരെങ്കിലും വരുമ്പോൾ എന്താ പറയുക വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാം. നല്ലൊരു ഇതാട്ടോ. പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ഒരു കവറ്, കാരണം ഏട്ടനെ അങ്കലവാടിയിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞുണ്ണീൻ്റെ അവിടെ പേര് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രാവശ്യം എന്താ അമൃതം പൊടിയല്ല പറഞ്ഞിട്ട് ഈ ഐറ്റംസൊക്കെയാണ് കേട്ടോ എന്നാൽ അവിടെ നിന്ന് കിട്ടിയത്. ചെറുപയറുണ്ട്, അതൊരു 1/2 കിലോ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. പിന്നെ നുറുക്ക് ഗോതമ്പില്ലേ, അതൊരു 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. അത് 1/2 കിലോൻ്റെ വെച്ചിട്ട് തന്നെ 2 പാക്കറ്റ് കുഴപ്പമില്ല. പിന്നെ ഒരു ശർക്കര, ഇവിടെയൊക്കെ ഉണ്ട ശർക്കരയാണ് കേട്ടോ കിട്ടുക. ഒരു ഒത്തിരി അച്ചി ശർക്കരയല്ല, ഉണ്ട ശർക്കര ഈ വലിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇത് ചെറുപയറിൻ്റെ ഒപ്പം ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് അതിൽ ചെറുപയർ ഒട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ കേട്ടോ. ഗോതമ്പ് എന്തായാലും ഉണ്ട്, ഇത്രയും വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കുറച്ച് ഇതൊന്ന് ഗോതമ്പ് എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് 2 ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതിൽ 1 എടുത്ത്, ഒരു സവോള എടുത്ത്, 2 പച്ചമുളക് എടുത്തു. അപ്പോൾ തന്നെ കഴുകി വെച്ചതാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്.
അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ച്, ഇതും കുക്കറിൽ തന്നെയാണ്. കുക്കർ അടുപ്പിൽ വെച്ച് വേഗം ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചും കുറച്ച് കടുകിട്ടും, പിന്നെ അത് ഇത്തിരി പൊട്ടി വരില്ലേ, ആ സമയത്ത് നമ്മൾ പച്ചമുളക് ഇട്ടും സവോള ഇട്ടും ക്യാരറ്റ് ഇട്ടും, എന്നിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇടുക, നന്നായി വഴറ്റുക. എന്നിട്ട് കറിവേപ്പില ഇടുക. എന്നിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഗോതമ്പില്ലേ അതും കൂടി ഇടുക കേട്ടോ. അതിൽ കൂടെ എന്താ പറയുക, നിലക്കടല വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടണ്ട, താല്പര്യമുള്ളവർ ഇടുക. ഞാൻ പിന്നെ തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടിട്ടാണ് വയ്ക്കണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റണില്ല. നമ്മൾ ആദ്യമൊക്കെ പണ്ട് കാലത്തൊക്കെ നമുക്ക് അങ്കലവാടിയിൽ നിന്ന് ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് പക്ഷേ തേങ്ങ ഉണ്ടാവില്ല, മുരിങ്ങൻ്റെ ഇല ഇട്ടിട്ടും ഈ കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ കിട്ടണം. നല്ല ടേസ്റ്റാണ്. എനിക്ക് എന്താ പറയുക, എവിടെ പോയാലും അതിൻ്റെ ആ ടേസ്റ്റ് വായിൽ നിൽക്കും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോഴൊന്നും എനിക്ക് വെള്ളം കൂടിയിട്ടും അങ്ങനെ കിട്ടാണ്ടൊക്കെ ഇരുന്നു. പിന്നെ എനിക്കത് മനസ്സിലായിട്ടോ. എൻ്റെ ഒരാൾ പറഞ്ഞത് ചേച്ചി അങ്കലവാടിയിലായിരുന്നു, ആളെനിക്ക് പറഞ്ഞത് ഇങ്ങനെയാണെന്ന്. നമ്മൾ ഈ ഗോതമ്പ് അപ്പോൾ തന്നെ കഴുകി വാരിയിട്ട് അതിൻ്റെ ഗോതമ്പ് മുങ്ങണ വിധത്തിലുള്ള വെള്ളം വയ്ക്കുക, അതിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഞാൻ പക്ഷെ തേങ്ങ ഇടണം, അല്ലെങ്കിൽ തേങ്ങ ഇടണ്ട, അത്ര വ്യത്യാസമേ ഉള്ളൂ. എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല പൊരി പോലെ ഒട്ടാണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ചായൻ്റെ ഒപ്പം അസലായിട്ടുണ്ട്. എന്താ പറയുക, നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നുറുക്ക് ഗോതമ്പ് എന്താ കഞ്ഞിയായിട്ടൊക്കെ കുടിക്കില്ല ചിലവർ, അങ്ങനെ കഴിക്കണവരൊക്കെ ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്ക്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചായ കൂടിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് വൈകിട്ട് ഏട്ടൻ പണി മാറി വന്നിട്ട് ഞങ്ങൾ പുതിയാവ് ക്ഷേത്രത്തിലോട്ട് പോവാണ് കേട്ടോ. പക്ഷേ അന്ന് ഞങ്ങൾ എന്താ പറയുക, ഒത്തിരി ആയിട്ട് അങ്ങോട്ട് പോയിട്ട്, അപ്പോൾ ദീപാരാധനയൊക്കെയാണ് അങ്ങോട്ട് പോയത് തന്നെ. ഞങ്ങൾ പോകുമ്പോൾ അവിടെ കുറേ നേരം അവിടെ ഭജനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ തിരക്കൊഴിഞ്ഞ് പോയതാണ്. പക്ഷെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. അക്കടെ വന്ന് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ദേവീക്ഷേത്രത്തിൽ. അവിടെ പുതിയ ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.